രാവിലെ ഉറക്കെഴുന്നേറ്റ് നോക്കിയപ്പോഴേ ഇന്നലെ പെയ്ത മഴയിൽ അടർന്നു വീണ മാമ്പഴമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ വീട്ടിൽ മാമ്പഴ കൊതിയനുണ്ട്, വേറെ ആരുമല്ല എൻ്റെ മോൻ. അപ്പോൾ അതേ തറയിൽ ഞാൻ നല്ലതാണോ എന്നൊക്കെ പറക്കി ഒന്ന് തപ്പി നോക്കുകയാണ് കേട്ടോ. നല്ലത് നോക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പുറത്തെ പറമ്പിലെയാണ്, പക്ഷെ കൊഴിഞ്ഞു വീഴുന്നതെല്ലാം നമ്മുടെ വഴിയിലാണ്. അപ്പോൾ ഈ കേട് വന്ന മാങ്ങയൊക്കെ ഞാൻ എടുത്ത് അപ്പുറത്ത് കളയുന്നുണ്ട്, തോട്ടിലോട്ട് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേട് വന്നൊന്നും കുഞ്ഞിന് കൊടുക്കുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ, അതൊക്കെ കൊള്ളാത്തതാണ്. അതൊക്കെ ഈ കാക്കയും കിളിയൊക്കെ കൊത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊണ്ടുവന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം മോന് കൊടുക്കാൻ, ഞാനും കഴിക്കും. അപ്പം മാമ്പഴ കൊതിയന് ഇതേ മാമ്പഴം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് നല്ല രീതിയിലൊന്ന് കഴുകി, അമ്മ അരിഞ്ഞു തരട്ടെ, അമ്മ അരിഞ്ഞു തരാം, മോന് കഴിക്കാൻ അരിഞ്ഞെടുക്കും. അപ്പോൾ ഒരെണ്ണം നല്ല വൃത്തിയായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗൈസ്. സൂതിക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴം എടുത്ത് കഴിക്ക്, വായി വെച്ച് തിന്നെ. തിന്നെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ സൂത്തി? പിന്നെ ഓരോന്ന് അമ്മ വായിലെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാനൊരു പീസ് എടുത്ത് വായി വെച്ച് കൊടുത്തു. അവനെന്തായാലും ഇഷ്ടമായി, നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ നോക്കിയപ്പോഴത്തേക്ക് അടുക്കളയിൽ അമ്മ രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇലയപ്പമാണ്. വട്ട ഇല കൊണ്ട് നമ്മൾ ഇലയട ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. ഏലക്കായ, പഞ്ചസാര, ജീരകം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്ത് ഇന്നത്തെ കാപ്പി ഇതാണ്. അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ രാവിലെ ഇങ്ങനെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, സീ യു.